സംസ്ഥാനത്തെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ 3 അംഗ സമിതിയെ നിയോഗിച്ച് ബി.ജെ.പി. പ്രശ്നങ്ങൾ പഠിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തീരുമാനം. ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി സി. കൃഷ്ണകുമാർ, കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി ആർ നായർ എന്നിവരാണ് സമിതിയിൽ ഉള്ളത്. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, സംസ്ഥാനത്തെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ 3 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണല്ലോ ബി.ജെ.പി. ഈ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചത് കേന്ദ്ര സർക്കാരിൽ എത്തിക്കുകയാണോ ലക്ഷ്യം? തീർച്ചയായിട്ടും നെൽകർഷകരുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ 3 അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും സംസ്ഥാനത്തെ നെൽകർഷകർക്ക് രണ്ടാം വിള നെല്ല് സംഭരിച്ച് ഇതുവരെയും സംസ്ഥാന സർക്കാർ പണം നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസവും പാലക്കാടും ആലപ്പുഴയും തൃശ്ശൂരും ഉൾപ്പെടെയുള്ള ജില്ലകളിലൊക്കെ നെൽകർഷകർ പല തരത്തിലുള്ള സമരങ്ങൾ നടത്തുകയുണ്ടായി. ഇന്നലെയാണ് പാലക്കാട് കർഷകർ ഈ പിച്ചച്ചട്ടിയുമായിട്ട് സമരം നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഏതായാലും ഇതിലൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ബി.ജെ.പി. 3 അംഗ സമിതിയെ ഇതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിലൊരു 3 അംഗ സമിതിയെ ഈ വിഷയം പഠിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 3 പേർ, അത് ഒന്ന് ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ കുമ്മനം രാജശേഖരൻ, മറ്റൊരാൾ ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സി. കൃഷ്ണകുമാർ, അതോടൊപ്പം തന്നെ കർഷക മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായ ഷാജി. അങ്ങനെ 3 പേരെയാണ് ഈ ഒരു പ്രശ്നം പഠിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നാളെയും, അതായത് ജൂലൈ മാസം 3, 4 അതുപോലെ തന്നെ 6 തീയതികളിലായി ഈ 3 അംഗ സംഘം വിവിധ ജില്ലകളിൽ യാത്ര ചെയ്ത് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കും. 3-ാം തീയതി തൃശ്ശൂരിലും അതിനുശേഷം 4-ാം തീയതി പാലക്കാടും 6-ാം തീയതി ആലപ്പുഴയിലും ചെന്ന് അവിടുത്തെ കർഷകരിൽ നിന്ന് കൃത്യമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിലവിൽ അവർ അനുഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പഠിക്കും. അതിനുശേഷം അവരൊരു റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ട് ഈ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ വിവിധ വകുപ്പുകളിൽ എത്തിക്കുകയും അതിലൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഉണ്ടാവും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ഈ നെൽകർഷകരുടെ പ്രശ്നങ്ങളിൽ ഒരു കൃത്യമായ ഇടപെടലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുകയാണ്. കാരണം ഇതിനു മുൻപ് NCCF മുഖാന്തരം നെല്ല് സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ, അതിൻ്റെ പ്രായോഗികത, അത്തരം കാര്യങ്ങളൊക്കെ ബി.ജെ.പി. പരിശോധിച്ചിരുന്നു എന്നുള്ള വാർത്ത നമ്മൾ ജനം ടി.വി. തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും അത്തരം നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറ്റ് ഒഡീഷയിൽ ഉൾപ്പെടെ ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ ഈ NCCF മുഖാന്തരം വലിയ രീതിയിൽ നെല്ല് സംഭരണം കൃത്യമായി നടത്തുന്നു. 32-33 രൂപയ്ക്കൊക്കെയാണ് 1 കിലോ നെല്ല് അവിടെ സംഭരിക്കുന്നത്. അത്തരത്തിലുള്ള നെല്ല് സംഭരണം കേരളത്തിലും നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ, അതായത് സംസ്ഥാനം നിരന്തരം കർഷകരെ ഇങ്ങനെ അവഗണിക്കുമ്പോൾ അതിനൊരു മറ്റൊരു ബദൽ മാർഗം എന്ന തരത്തിൽ അത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ പ്രഹ്ലാദ് ജോഷിയുമായിട്ട്, കേന്ദ്രമന്ത്രിയുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയ ചിത്രങ്ങളും അദ്ദേഹം തന്നെ നവമാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി, അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി 3 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 3 നേതാക്കൾ, ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ കുമ്മനം രാജശേഖരൻ, അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സി. കൃഷ്ണകുമാർ, അതുപോലെ തന്നെ കർഷക മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നീ 3 പേരെയാണ് ഈ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിലൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഇപ്പോൾ കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, അരുൺ ആലത്തൂറാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്.